ഉളുപ്പൂണി ടോപ്പ് സ്റ്റേഷൻ ഓഫ് റോഡ് ടൂറിസം ആസ്വദിക്കാൻ പോകുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഈരാറ്റുപേട്ടയിൽ നിന്ന് ഉളുപ്പൂണിയിലേക്ക് ആദ്യമായ ഒരു ബസ് സർവീസ് ആരംഭിച്ചിരിക്കുകയാണ്. ഈരാറ്റുപേട്ട ഡിപ്പോയിൽ നിന്നും രാവിലെ 6:45-നും വൈകിട്ട് 4:20-നുമാണ് സർവീസ് ആരംഭിക്കുന്നത്. ഇതിൽ 4:20-നുള്ള ബസ്സിലാണ് എൻ്റെ യാത്ര. കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇവർക്ക് ഒരു സ്വീകരണം കൊടുക്കുകയാണ്. അപ്പോൾ രണ്ടുപേർക്കും ഈ ബസ് നമ്മൾ വിജയിപ്പിച്ചാൽ മുന്നോട്ട് പോകും. ₹100 മുഴുവൻ എടുക്കുക അല്ലേ? എന്നും വേണം, എന്നും കയറിയാൽ മതി. ടിക്കറ്റ് എടുത്തിരിക്കും. അപ്പൊ എന്ന് ഇവിടെ വന്നേക്കണം. തന്നില്ല പറയണ്ടേ, രണ്ട് ഭാഗം ഇപ്പം തരുന്നതായിരിക്കും. ഇന്ന് ആഗസ്റ്റ് 12 തിങ്കളാഴ്ചയാണ്. ഇന്നാണ് ഉളുപ്പൂണിക്കുള്ള ഈ ബസ് സർവീസ് ആരംഭിക്കുന്നത്. ഈരാറ്റുപേട്ട ഡിപ്പോ വർക്ക്ഷോപ്പിൻ്റെ മുന്നിൽ ബസ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ് മെക്കാനിക് സന്തോഷും ഡ്രൈവർ പ്രവീണും. ഇതാണ് ഈരാറ്റുപേട്ട KSRTC ബസ് സ്റ്റാൻഡ്. ബസ് ട്രാക്ക് പിടിച്ചിരിക്കുകയാണ്. ബസ് യാത്ര നമുക്ക് ആരംഭിക്കാം. ഈ സർക്കിളിൽ നിന്ന് വലത്തേക്ക് പോകുന്നത് പൂഞ്ഞാറിലേക്കാണ്. ഇടത്തേക്കാണ് നമ്മുടെ റൂട്ട്. തീക്കോയി പഞ്ചായത്തുപടി ബസ് സ്റ്റോപ്പിലാണ് ബസ് എത്തിയിരിക്കുന്നത്. സ്കൂൾ കുട്ടികളുടെ വലിയ തിരക്കാണ്. തീക്കോയി സെന്റ് മേരീസ് ചർച്ചാണ് ഇടതു സൈഡിൽ. നടക്കൽ, തീക്കോയി, കല്ലം, വേലത്തുശ്ശേരി, വെള്ളികുളം, വഴിക്കടവ്, വാഗമൺ, ചോറ്റുപാറ വഴിയാണ് ഈ ബസ്സിൻ്റെ റൂട്ട്. ബസ് ഫെയർ 53 രൂപയാണ്. ഏകദേശം 2 മണിക്കൂർ സമയമെടുക്കുന്ന യാത്രയാണ്. പ്രവീൺ ചേട്ടനും വിജയൻ ചേട്ടനുമാണ് ഇന്നത്തെ സാരഥികൾ. ഇതാദ്യമായിട്ടാണ് ഈ റൂട്ടിൽ KSRTC സർവീസ് ആരംഭിക്കുന്നത്. ഇവിടെ നിന്ന് ഇടത്തേക്കുള്ള റോഡിലൂടെ പോയാൽ ഇല്ലിക്കക്കല്ലിലേക്കും മാർമല അരുവിയിലേക്കുമൊക്കെ എത്താം. റോഡിൻ്റെ സൈഡിലൂടെ മനോഹരമായ ചെറിയ അരുവി പോകുന്നത് കാണാം. ഇനി ഇവിടെ നിന്നും മലകയറ്റമാണ് വാഗമൺ വരെ. ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് വേലത്തുശ്ശേരിയിലേക്കാണ്. സമയം 4:55.
ഉൾപ്പൂണിയിൽ നിന്ന് രാവിലെ 8:20-നും വൈകുന്നേരം 6:10-നുമാണ് ഈരാറ്റുപേട്ടയ്ക്കുള്ള ബസ് പുറപ്പെടുന്നത്. കല്ലം ബസ് സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ സ്കൂൾ കുട്ടികളുടെ തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബസ് വെള്ളികുളം സ്റ്റോപ്പിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇടത് സൈഡിലൂടെ നോക്കുമ്പോൾ മുകളിൽ കാരിക്കാട് വ്യൂ പോയിന്റ് കാണാം. കാരിക്കാട് വ്യൂ പോയിന്റിലൂടെയാണ് ഇപ്പോൾ ബസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റൂട്ടിലെ ഏറ്റവും മനോഹരമായ സ്ഥലമാണിത്. ടീ ഷോപ്പും ഐസ്ക്രീം സ്റ്റാളുകളും ഒക്കെ ഉണ്ട് ഇവിടെ. ഒരു സൈഡിൽ വലിയ കൊക്കയാണ്. മഴയൊക്കെ ഉള്ളപ്പോൾ നല്ല കോടമഞ്ഞായിരിക്കും ഇവിടെ. ഉളുപ്പുണി എന്ന പേര് കേൾക്കുമ്പോൾ ഇതേത് സ്ഥലമെന്ന് പലർക്കും തോന്നിയേക്കാം. പറയാം. വാഗമണ്ണിനും പുള്ളിക്കാനത്തിനും ഇടയിലായി ചോറ്റുപാറ ജംഗ്ഷനിൽ നിന്നും വലത്തേക്ക് 4 കിലോമീറ്റർ പോയാൽ ഉളുപ്പുണി ഗ്രാമത്തിൽ എത്താം. വാഗമണ്ണിൽ നിന്നും 9 കിലോമീറ്ററും ഈരാറ്റുപേട്ടയിൽ നിന്ന് 35 കിലോമീറ്ററുമാണ് ഉളുപ്പുണിയിലേക്ക്. ഇടുക്കി വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് ഉളുപ്പുണി. ഓഫ് റോഡ് സഞ്ചാരികളുടെ കേരളത്തിലെ ഏറ്റവും വലിയ താവളമാണ് ഇവിടം. ഉളുപ്പുണി ടോപ്പ് സ്റ്റേഷനിലെത്തിയാൽ പച്ചപ്പരവതാനി വിരിച്ചു നിൽക്കുന്ന പുൽമേടുകളും മൊട്ടക്കുന്നുകളുമാണ്. അവിടെ നിന്നും ഇടുക്കി ഡാമിൻ്റെ ക്യാച്ച്മെൻ്റ് ഏരിയ കാണാൻ കഴിയും. വെള്ളച്ചാട്ടങ്ങളും റിവർ ക്രോസിങ്ങും ഇടുക്കി ഡാമിലേക്ക് നിർമ്മിച്ചിരിക്കുന്ന വാട്ടർ ടണലുമൊക്കെ കണ്ടുകൊണ്ടുള്ള ഓഫ് റോഡ് ജീപ്പ് സവാരിയുമൊക്കെ ഉളുപ്പുണിയിലെത്തിയാൽ ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. ഈരാറ്റുപേട്ടയിൽ നിന്നും രാവിലെ 6:45-നുള്ള ഉളുപ്പുണി ബസ്സിൽ കയറി ഉളുപ്പുണിയിലെത്തിയാൽ ഇവയൊക്കെ ആസ്വദിച്ച ശേഷം വൈകിട്ട് 6 മണിക്കുള്ള ബസ്സിൽ മടങ്ങാം. ഈരാറ്റുപേട്ടയിലെത്തിയാൽ ലോങ് സർവീസ് ബസ്സുകൾ രാത്രി സമയത്ത് എല്ലാ സൈഡിലേക്കുമുണ്ട്. വഴിക്കടവിലെ കുരിശുമല ജംഗ്ഷനിലേക്കാണ് ബസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വലത്തേക്ക് 1.5 കിലോമീറ്റർ മുകളിലേക്ക് പോകണം കുരിശുമലയിലെത്താൻ. ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയാണ്. വലതു സൈഡിൽ ഒരു ചെറിയ ഡാമുണ്ട്. വാഗമണ്ണിലേക്കും ഏലപ്പാറയിലേക്കും തിരിയുന്ന ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് വാഗമൺ ടൗണിലേക്ക് പോകുമ്പോൾ റോഡ് അല്പം മോശമായി കിടക്കുന്നത് കാണാം. വാഗമൺ മുഴുവൻ മഞ്ഞിൽ പൊതിഞ്ഞു കിടക്കുന്ന കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ ക്ലാരിറ്റി അല്പം ഔട്ടാകാൻ ചാൻസ് ഉണ്ട്.
വാഗമൺ ടൗണിലേക്ക് എത്തിയപ്പോൾ സമയം 5:30. ഇവിടെ നിന്ന് 9 കിലോമീറ്റർ കൂടിയുണ്ട് ഉൾപ്പൂണിയിലേക്ക്. വാഗമണിൽ നിന്നും പുള്ളിക്കാനം റൂട്ടിലാണ് ബസ് പോകുന്നത്. റോഡ് ശരിക്കും കാണാൻ പറ്റാത്ത വിധത്തിലാണ് കോട. എറണാകുളം, തൊടുപുഴ, കാഞ്ഞാർ വഴി കട്ടപ്പന റൂട്ടിലോടുന്ന ബസ്സാണ് ഈ വരുന്നത്. ചോറ്റുപാറയിലേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നേരെ പോയാൽ പുള്ളിക്കാനത്തിനാണ്. ഇവിടെ നിന്ന് വലത്തേക്കാണ് ഉളുപ്പൂണി. 5 കിലോമീറ്റർ താഴെ മാത്രം ദൂരം. പുള്ളിക്കാനത്തേക്ക് 5.5 കിലോമീറ്റർ ദൂരമുണ്ട്. ഇടതു സൈഡിലായിട്ടാണ് കുട്ടിയാർ ഡാം. കുട്ടിയാർ പുഴയിലെ വെള്ളം ഇടുക്കി ഡാമിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന KSEBയുടെ കീഴിലുള്ള ഒരു ചെറിയ ഡാമാണ് ഇവിടെയുള്ളത്. 4 കിലോമീറ്ററോളം നീളമുള്ള തുരങ്കത്തിലൂടെയാണ് വെള്ളം ഇടുക്കി ഡാമിലേക്ക് എത്തിക്കുന്നത്. ഡാമിലേക്ക് നേരിട്ട് തുരങ്കം എത്തുന്നില്ല. കപ്പക്കാനത്തുള്ള മറ്റൊരു പുഴയിലേക്കാണ് വെള്ളം തുരങ്കം വഴി എത്തിക്കുന്നത്. തുരങ്കത്തിൻ്റെ എക്സിറ്റ് കപ്പക്കാനം എന്ന സ്ഥലത്താണ്. ജീപ്പ് സഫാരി എടുക്കുന്നവർക്ക് ടണലും അതിനടുത്തുള്ള വെള്ളച്ചാട്ടവും ഒക്കെ കാണാൻ സാധിക്കും. ജീപ്പ് സവാരിക്ക് 2000 രൂപയോളം ചാർജ് ഉണ്ട്. ഞാൻ അവിടെ നിന്ന് കയറിയപ്പോഴേ ചോദിച്ചത് ഇതാണ് കുട്ടിയാർ. ഈ വെള്ളമാണ് കുട്ടിയാർ ഡാമിലേക്ക് എത്തുന്നത്. ആ വെള്ളച്ചാട്ടം എടുത്തോ, അപ്പഴേ പിടിച്ചോ. അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, പത്തി കൂടെ എടുക്കും.
മണ്ണിടിഞ്ഞല്ലോ. ഇവിടെയാണേ മണ്ണിടിഞ്ഞ. ആവശ്യമായിരുന്നല്ലേ? കുറെ വീടുകളുണ്ടല്ലോ ഇവിടെ. കുറെ വീടുകളുണ്ടോ? നൂറിൽ കൂടുതൽ വീടുണ്ടോ? കോട്ടമല. ആറ് പത്തോടുകൂടി ബസ് ഉളുപ്പുണ്ണി സെന്റ് അൽഫോൻസ പള്ളിയുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. പുതിയ സർവീസിനെ സ്വീകരിക്കാൻ നാട്ടുകാർ ഒത്തുകൂടിയിട്ടുണ്ട്. സർക്കാരിൻ്റെ ഒരു നല്ല സാന്നിധ്യം ഇടപെടലും അല്ലെങ്കിൽ നല്ലൊരു സാന്നിധ്യം കൊണ്ട് നമുക്ക് രണ്ടാമതൊരു ബസ്സിനുള്ള അതായത് വഴി ഇടേണ്ട ഏറ്റവും ആവശ്യപ്പെട്ട കാര്യമാണ് നമുക്ക് രണ്ടാമതൊരു ബസ്സിനുള്ള കാര്യം എന്ന് പറയുന്നത്. രണ്ടാമതും നമുക്കൊരു ബസ് വന്നിരിക്കുകയാണ്. ഏകദേശം എനിക്ക് തോന്നുന്ന എല്ലാവരുടെയും ഒരു ആവശ്യമായിരുന്നു. രാവിലെ മാത്രമല്ല വൈകിട്ടും കൂടി ഒരു ബസ് വേണമെന്നുള്ള ആവശ്യം എല്ലാവരുടെയും ആവശ്യമായിരുന്നു. അപ്പോൾ രണ്ടാമതും നമുക്ക് വൈകിട്ടത്തേക്ക് ഒരു ബസ് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ബസ് വന്നതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു സഹായം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ആദ്യമായിട്ടൊരു ബസ് കൊണ്ട് നമ്മുടെ KSRTCയുടെ ആ ഒരു വാഗമൺ ലൈവ് ടൈം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിലും ഇപ്പോൾ ഈ ഫോട്ടോ എടുക്കുന്ന രഞ്ജിത്തും ജോസും ഇത് എനിക്ക് അത്ര വ്യക്തമായിട്ട് അറിയത്തില്ല. പക്ഷേ ഇതിന് അത്രയും ഉറപ്പ് പറഞ്ഞായിരുന്നു രണ്ടാമതൊരു ബസ് വരുന്നുള്ള കാര്യത്തെക്കുറിച്ച് വൈകിട്ടൊരു ബസ് വരുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ വരെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട് ഡിലീറ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം ഇതും പ്രത്യേകം പറഞ്ഞായിരുന്നു നമുക്കിനി ബസ് വന്നിട്ട് ഫോട്ടോ ഇട്ടാൽ മതി ചോദിച്ചേട്ടാന്ന് പറഞ്ഞു. അപ്പം എല്ലാം ഒറ്റവാക്കി തീർക്കുകയാണ്. ഇങ്ങനെ രണ്ടാമതൊരു ബസ് വന്നതിൻ്റെ ഒരു അവരെടുത്തൊരു എഫേർട്ടും നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനത്തെ ബസ് വരണമെന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് അവരുമായിട്ട് ബന്ധപ്പെട്ട് അവരെടുത്തൊരു എഫേർട്ടിനെ കുറിച്ച് അല്ലെങ്കിൽ അവർ സജീവിച്ചിരുന്ന വിവരത്തിനെക്കുറിച്ചൊക്കെ ഒരുപാട് നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ഇതിലും നമ്മുടെ രഞ്ജിത്തിനും ഈ പറഞ്ഞ പോലെ നമ്മുടെ അനി ജ്യൂസും പ്രത്യേകിച്ച് നന്ദി പറയുന്നത്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല. നമ്മുടെ ഒരു ആത്മാർത്ഥമായ സഹകരണം ഉണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ ബസ് ഞാൻ അതിൻ്റെ ഡിപ്പോയിലായിട്ട് പേര് ഉദ്യോഗസ്ഥനെ വിളിക്കുമ്പോൾ നല്ലൊരു വിജയവും നമ്മുടെ സഹകരണത്തെ അവർ പ്രത്യേകമായിട്ട് പറഞ്ഞായിരുന്നു. കാരണം ആദ്യത്തെ ബസ് നമ്മുടെ സഹകരണം കൊണ്ട് ഒരു ആൾക്കാരും ഇനി മുന്നോട്ട് നിന്ന് പോകത്തില്ല. നല്ലൊരു സഹകരണം നാട്ടുകാരുടെ തന്നെ അതിനും പ്രത്യേകമായിട്ട് വന്നു നിൽക്കുന്ന ആൾക്കാരും ടിക്കറ്റെടുത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നത്. നമ്മൾ വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇവർക്ക് ഒരു സ്വീകരണം കൊടുക്കുകയാണ്. അപ്പോൾ രണ്ടുപേർക്കും സ്വീകരണം കൊടുക്കുകയാണ്. ഈ ബസ് നമ്മൾ വിജയിപ്പിച്ചാൽ മുന്നോട്ട് പോകും. എനിക്ക്
എവിടെന്നാ വരുന്നത്? കോട്ടയം വരുന്നത് അല്ല, കോട്ടയാ പോകുന്നത്. ഒത്തിരി പൈസ ആവില്ല, ഒത്തിരി പൈസ ആകും. അമ്മയൊക്കെ ഉണ്ടോ നോക്കട്ടെ. 100 രൂപയ്ക്ക് മുഴുവൻ എടുക്കുക അല്ലേ? എന്നും വേണം, എന്നും കയറി വെച്ചാൽ മതി. അത് ടിക്കറ്റ് എടുത്തിരിക്കും. അപ്പൊ എന്നും ഇവിടെ വന്നേക്കണം. തന്നില്ല, ഞാൻ പറയണ്ടേ. രണ്ട് ഭാഗം ഇപ്പം തരുന്നതായിരിക്കും. നാട്ടുകാർ ഈരാറ്റുപേട്ടയിലേക്കും വാഗമണ്ണിലേക്കുമൊക്കെ ടിക്കറ്റ് എടുത്താണ് അവരുടെ നാട്ടിലേക്ക് വന്ന ബസ്സിനെ സ്വീകരിക്കുന്നത്. ഉൾപ്പൂണിയിൽ നിന്ന് രാവിലെ 8:20-നും വൈകുന്നേരം 6:10-നുമാണ് ഈരാറ്റുപേട്ടയ്ക്കുള്ള ബസ്സിൻ്റെ സമയം. വാഗമണ്ണിലേക്കും ഉൾപ്പൂണി ഓഫ് റോഡ് ജീപ്പ് സഫാരിയൊക്കെ ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ സർവീസ് തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.